ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ കഥ? എല്ലാവരുടെ മക്കളെ തകർത്ത് തിമർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറയില്ലേ, അന്ന ലെവലിൽ കൂടിയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മളെ മലയാള സിനിമയുടെ ഒരു ചരിത്ര മുഹൂർത്തമാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. ലോക എന്ന് പറഞ്ഞപ്പോ മലയാള സിനിമ റിലീസായത് മുതൽ മലയാള സിനിമ ചരിത്രം തന്നെ, മലയാള സിനിമ ഇന്ന് വരെ കണ്ട എല്ലാ രംഗങ്ങളും, അതുപോലെ തന്നെ എല്ലാ സ്റ്റേജുകളും, എല്ലാ എന്താ പറയാ എല്ലാ ലെവലുകളും തകർത്തെറിഞ്ഞ സിനിമയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. മലയാള സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ റെക്കോർഡുകൾ, ഒരുപാട് റെക്കോർഡുകളുള്ള ലാലേട്ടൻ്റെ. ആ ലാലേട്ടന്റെ റെക്കോർഡ് പോലും തകർത്തെറിഞ്ഞ ഒരു സിനിമയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ അടുത്ത റിലീസായി കഴിഞ്ഞ നമ്മളെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് മലയാളത്തില് നല്ലൊരു ബഡ്ജറ്റ് എന്തൊക്കെയുള്ളത് ബഡ്ജറ്റ് നേടിയെടുത്ത സിനിമ. 200 കോടി 300 കോടിയൊക്കെ നേടിയ സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ ചരിത്രം പോലും മാറ്റിമറിച്ച് കളഞ്ഞ് ഒരേ ഒരു സിനിമയാണ് അത്. ഏത്? ലോക എന്ന് പറഞ്ഞ സിനിമ. ലോക ചാപ്റ്റർ 1 ചന്ദ്രു എന്താ എനിക്ക് ചന്ദ്ര. ആ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ, ചന്ദ്രു ചന്ദ്ര എന്ന സിനിമ തകർത്തത് മലയാള സിനിമയുടെ റെക്കോർഡുകളാണ്. അങ്ങനെ ഇനി അടുത്ത സെക്ഷൻ വരുമ്പോ ഇതിന്റെ ഡബിളായി മാറും. ചന്ദ്ര എന്ന സിനിമ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മലയാള സിനിമയ്ക്ക് പല ലെവലുകളും പല ഐഡിയകളും, അതുപോലെ തന്നെ പല മലയാള സിനിമ ഓരോരോ സ്റ്റെപ്പായിട്ട് മാറ്റിമറിച്ച സിനിമയാണ്. ഇനി അതിന്റെ ഭാഗങ്ങൾ 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം എന്ന് പറഞ്ഞ പോലെ ഓരോരോ ഭാഗങ്ങൾ ഇറങ്ങും തോറും അതിന്റെ ആ സിനിമയുടെ പവർ കൂടും. പ്രത്യേകിച്ച് ഈ സിനിമ അതിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് ഈ ചന്ദ്രയിൽ വന്നത് കല്യാണി പ്രിയദർശനം. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നായിക പദവിയിലേക്ക് ഒരു നായികയെ കൊണ്ട് മലയാള സിനിമയുടെ നട്ടെല്ലായി മാറി, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ലേഡി സൂപ്പർ സ്റ്റാറിലേക്ക് ഉയർന്ന താരമാണ് കല്യാണി പ്രിയദർശൻ. ആ കല്യാണിയുടെ ഒറ്റ ലെവല് കൊണ്ട് സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവല്, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് മലയാള സിനിമ ചരിത്രം തന്നെ മാറ്റിമറിച്ച കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ആ നായിക ഇനി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നായികയായി മാറാൻ പോവാണ്. കാരണം ഒരുപാട് ഓഫറുകൾ, പുതിയ സിനിമകൾ, പല ലെവൽ പല ഭാഷകളിൽ നിന്നുള്ള പല രീതിയിലുള്ള സിനിമകൾ ഇനി കല്യാണി പ്രിയദർശനെ തേടി വരും. അതുപോലെ തന്നെ സിനിമ ചെയ്തിട്ടുള്ള ആ ഒരു ടീം എന്താണ് പറയാ, സിനിമയെ കുറിച്ച് എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം ഒരു സംഭവ ബഹുലമായ ഒരു ദൃശ്യാവിഷ്കാരം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ ഈ സിനിമ നേടിത്തന്നത്. മലയാളിയുടെ പ്രശസ്തി, മലയാളി എന്നത് ലോകത്തിന്റെ നെറുകയിൽക്ക് ഇപ്പോ മുത്തമിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മലയാള സിനിമ ചരിത്രം മാറ്റിമറിച്ചു. 30 കോടി കൊണ്ട് സിനിമ, ഇത്രയും അടിപൊളി സിനിമ 30 കോടി കൊണ്ട് ചെയ്തെങ്കിൽ തെലുങ്കിലും കന്നഡയിലും അതുപോലെ തന്നെ 100 കണക്കിന് കോടികൾ അമ്മാനമാടിയിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. പക്ഷേ മലയാള ചരിത്രത്തിൽ ആദ്യമായി ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ദുൽഖർ സൽമാൻ മാറ്റിമറിച്ച ചരിത്രം ഇനി വാനോളം ഉയർന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ സിനിമ കൊണ്ട് ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു എങ്കിൽ ഇനി വരാൻ പോകുന്നത് മലയാള സിനിമയുടെ നല്ല കാലമാണ്. മലയാള സിനിമ എങ്ങനെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാം, എങ്ങനെ ലാഭം പിടിക്കാം, ഏത് ലെവലിലേക്ക് മലയാള സിനിമയെ മാറ്റിമറിക്കാൻ പറ്റും എന്ന് ഈ സിനിമ കൊണ്ട് തെളിയിച്ചു. ഇന്ത്യൻ സിനിമാ ലോകം തന്നെ, അല്ലെങ്കിൽ ലോക സിനിമാ ലോകം തന്നെ, ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ ലോക സിനിമ ഉറ്റുനോക്കുന്നത് ഈ മലയാള പടത്തിലേക്കാണ്.
ഇത് ഈ മാറ്റം മലയാളത്തിന്റെ എല്ലാ ചരിത്രങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ലോക മുന്നേറി. ഇനി ചാപ്റ്റർ 2 വരും, ചാപ്റ്റർ 3 വരും, 4 വരും, 5 വരും. അപ്പോ ഇതിന്റെ പ്രശസ്തി, ഈ മലയാള സിനിമയുടെ പ്രശസ്തി വാനോളം ഉയർത്തി ദുൽഖർ സൽമാൻ. അതുപോലെ തന്നെ അതിന്റെ അണിയറ പ്രവർത്തകരുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒന്നോടൊന്നിന് മെച്ചെന്നൊക്കെ പറയില്ലേ, അന്ന് അതുപോലെ തന്നെ അടിപൊളി. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.